ഹിസ്ബുള്ള ഇസ്രായേൽ പോരാട്ടം അതിതീവ്രമായി തുടരുന്നു. അതിനിടെ ബുധനാഴ്ച ടെൽ അവീവിലെ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിച്ചതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു. ഹെഡ്ക്വാർട്ടേഴ്സ് ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടതായി ഹിസ്ബുള്ള പറഞ്ഞു. എന്നാൽ തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം റോക്കറ്റിനെ പ്രതിരോധിച്ചതായി ഇസ്രായേൽ വ്യക്തമാക്കി. ഹിസ്ബുള്ള നേതാക്കളെയും പ്രവർത്തകരെയും ലക്ഷ്യമിട്ട് നടത്തിയ പേജർ റേഡിയോ ഡിവൈസ് ആക്രമണങ്ങളുടെ സൂത്രധാരകരായ മൊസാദിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി. ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് സിവിലിയൻ ഏരിയയിലേക്കാണെന്നും ആക്രമണം നടത്തിയ പ്രദേശത്തല്ല മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവ് അറിയിച്ചത്. ആക്രമണത്തിൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും വക്താവ് അവകാശപ്പെട്ടു. ഇസ്രായേലിന്റെ നിരവധി പ്രധാന സൈനിക കേന്ദ്രങ്ങൾ സിവിലിയൻ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇസ്രായേൽ ഡിഫൻസ് മിനിസ്ട്രിയുടെ കാര്യാലയവും ടെൽ അവീവിലെ സിവിലിയൻ മേഖലയിലാണ്. ബുധനാഴ്ച ലെബനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലാണ് ആദ്യമായി സെൻട്രൽ ഇസ്രായേലിൽ എത്തിയതെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നു. ഗോലൻ ഹൈറ്റ്സ്, മൗണ്ട് കാർമൽ മേഖലകൾ ലക്ഷ്യമിട്ടും ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ അറിയിച്ചു. ഈ റോക്കറ്റുകളെല്ലാം തടഞ്ഞതായും ഇസ്രായേൽ അവകാശപ്പെട്ടു. അതിനിടെ കിഴക്കൻ ലെബനനിൽ തിങ്കളാഴ്ച മുതൽ അതിരൂക്ഷ ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിടുന്നത്. അതിനു പിന്നാലെയാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത്. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 558 പേർ മരിക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തിങ്കളാഴ്ച അതിരൂക്ഷമായ ആക്രമണമാണ് ലെബനനിൽ ഇസ്രായേൽ നടത്തിയത്. 2006 ശേഷം ഇസ്രായേൽ ലെബനനിൽ നടത്തിയ അതിശക്തമായ ആക്രമണമാണ് തിങ്കളാഴ്ച ഉണ്ടായതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ ലെബനന് പിന്തുണയുമായി ചൈന രംഗത്ത് വന്നു. സ്ഥിതിഗതികൾ എന്തൊക്കെ മാറിമറിഞ്ഞാലും നീതിയുടെ പക്ഷത്തും ലെബനൻ ഉൾപ്പെടെയുള്ള അറബ് സഹോദരങ്ങൾക്കൊപ്പവും ചൈന ഉണ്ടാകുമെന്നാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി വ്യക്തമാക്കിയത്.